നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് സൂര്യനെ ഒരു നിമിഷമെങ്കിലും നോക്കി നിൽക്കാനായി സാധിക്കുമോ? ഒരിക്കലും നമ്മൾക്ക് സാധിക്കില്ല. അങ്ങനെയുള്ള സൂര്യൻ്റെ പ്രതലത്തിൽ മനുഷ്യൻ നിർമ്മിച്ച ഒരു പേടകം ചെന്നിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അതെ, അത് സംഭവിച്ചിരിക്കുന്നു. സൂര്യൻ്റെ പ്രതലത്തിൽ ആദ്യമായി മനുഷ്യൻ്റെ ഒരു ചെറിയ കരസ്പർശം വീണിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത്. നാസയുടെ സൂര്യ ദൗത്യം അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ലോകമെമ്പാടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. സോളാർ പ്രോബ്, പാർക്കർ സോളാർ പ്രോബ് എന്ന് പറയുന്ന നാസയുടെ ഒരു പേടകമാണ് ഇപ്പോൾ സൂര്യനിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും സൂര്യനിലേക്ക് ആ പേടകം ഇറങ്ങിയോ എന്നുള്ളത്. അത് ഞാൻ വഴിയെ പറയാം എന്താണ് ഈ ദൗത്യം എന്നുള്ളത്. സൂര്യൻ്റെ ഏറ്റവും അടുത്തെത്തുന്ന ഒരു മനുഷ്യ നിർമ്മിത വസ്തുവാണ് ഈ പാർക്കർ സോളാർ പ്രോബ് എന്ന് പറയുന്ന പേടകം. സൂര്യൻ്റെ ഏറ്റവും അടുത്തെത്തുന്ന സൂര്യൻ്റെ പ്രതലത്തിൽ നിന്നും 61 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഇത് എത്തിയിരിക്കുന്നത്. അതായത് സൂര്യൻ്റെ പ്രതലത്തിൽ നിന്ന് സൂര്യനിലേക്ക് ഇറങ്ങിയിട്ടില്ല, അവിടെ നിന്നും 61 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ പേടകം ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയും സൂര്യനിലേക്ക് എത്തണമെങ്കിൽ 61 ലക്ഷം കിലോമീറ്റർ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് മനുഷ്യൻ സൂര്യനെ തൊടുന്നത് എന്നുള്ളത്. പക്ഷേ സൂര്യൻ്റെ പ്രതലത്തിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. സൂര്യൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് പ്രതലമായിട്ടുള്ള കൊറോണ പ്രതലത്തിൽ ഈ പേടകം അതായത് പേടകം പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നാസ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സൂര്യൻ്റെ പ്രതലത്തിൽ നിന്നും 61 ലക്ഷം കിലോമീറ്റർ അകലെ ഈ പേടകം എത്തി. ഡിസംബർ 24-ന് 5:23 ഈ പേടകം അവിടെ പ്രവേശിച്ചത്. ഈ പ്രക്രിയയെ പെരിഹീലിയൻ പ്രക്രിയ എന്നാണ് പറയുന്നത്. എന്തായാലും പേടകത്തിൻ്റെ സിഗ്നലിൽ നിന്ന് ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പേടകം സാധാരണ നിലയിൽ പ്രവർത്തിക്കുകയാണ്. പേടകത്തിൻ്റെ സിഗ്നൽ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ പേടകത്തിൽ നിന്ന് അവസാനമായിട്ട് വന്ന വിവരങ്ങൾ അനുസരിച്ച് ദൗത്യം പൂർത്തിയായതായാണ് നാസ പ്രതീക്ഷിക്കുന്നത്. 61 ലക്ഷം കിലോമീറ്റർ എന്നത് ഒരുപാട് ദൂരെയാണ് എന്ന് തോന്നുമെങ്കിലും സൂര്യൻ്റെ പുറമേയുള്ള അന്തരീക്ഷമായ കൊറോണയിലാണ് ഇത് നിൽക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിലൂടെയാണ് പേടകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പേടകത്തിൽ നിന്നുള്ള വിവരത്തിനായി ശാസ്ത്രലോകം ഇപ്പോൾ വളരെ വലിയ രീതിയിൽ കാത്തിരിക്കുകയാണ്. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പഠിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മനുഷ്യൻ എത്രത്തോളം ചെറുതാണ് എന്നുള്ളത് നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ സൗരയൂഥത്തെ തന്നെ താങ്ങി നിർത്തുന്ന എനർജി സോഴ്സ് ആയിട്ടുള്ള സൂര്യനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്നതുകൊണ്ടാണ് ഈ ഒരു ദൗത്യം ഇപ്പോൾ നാസ തുടങ്ങി വച്ചിരിക്കുന്നത്. 7 വർഷം നീളുന്ന ഒരു ദൗത്യമായിരുന്നു ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സൗരക്കാറ്റിൻ്റെ ഉത്ഭവം മുതൽ സോളാർ മാസ് ഇജക്ഷനുകളുടെ വരെ ചുരുളഴിക്കാനായി ഈ ദൗത്യത്തിന് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. എന്തായാലും ഇനി പേടകത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് വരാം. ഈ പേടകം എങ്ങനെയാണ് ഈ ചൂടിനെ അതിജീവിച്ച് നിൽക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പാർക്കർ സോളാർ പ്രോബ് എന്ന് പറഞ്ഞ പേടകം വിക്ഷേപിക്കുന്നത് 2018 ഓഗസ്റ്റ് 12-ന് ഫ്ലോറിഡയിലെ കേപ്പ് കനാവൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. മണിക്കൂറിൽ 6,96,000 കിലോമീറ്റർ വേഗത്തിലാണ് ഈ പേടകം സഞ്ചരിക്കുന്നത്. അതായത് ശബ്ദത്തെക്കാട്ടിലും 550 മീറ്റർ വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഈ പേടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ പേടകമാണ് ഇത് എന്നുള്ളത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പോരാത്തതിന് 11.43 സെൻറ്റിമീറ്റർ കാർബൺ കോമ്പസിറ്റ് കവചമാണ് ഈ പേടകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാർബൺ കോമ്പസിറ്റ് കവചത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ ഇതിന് താങ്ങാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് സൂര്യൻ്റെ ഈ ഔട്ടർ മോസ്റ്റ് കവചത്തിലേക്ക് ഇതിന് പ്രവേശിക്കാനായി കഴിഞ്ഞത് എന്നുള്ളത് വേറൊരു കാര്യം. നേരത്തെ നാസയുടെ ഒരു വലിയൊരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ചിത്രം പ്രപഞ്ചത്തിൻ്റേത് എന്ന് പറഞ്ഞ് പുറത്തു വന്നിരുന്നത് ജെയിംസ് വെബ് ടെലസ്കോപ്പ് എടുത്ത പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം മാത്രം കാണിക്കുന്ന, എന്നാൽ അതിൽ തന്നെ മില്യൺ കണക്കിന് ഗാലക്സികൾ ഒപ്പിയെടുക്കാൻ സാധിച്ച ഒരു ചിത്രം നേരത്തെ നാസ പുറത്തുവിട്ടിരുന്നു. അത് വലിയ ചർച്ചാ വിഷയം തന്നെ ലോകത്ത് സൃഷ്ടിച്ചിരുന്നു. ശാസ്ത്രലോകത്ത് വലിയ കോളിളക്കം തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിനുശേഷമുള്ള നാസയുടെ പുതിയ ഒരു ദൗത്യമാണ് ഈ സോളാർ പ്രോബിൻ്റെ ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഇന്ത്യയും നിലവിൽ ഇത്തരത്തിലൊരു
സൗര ദൗത്യം, അതായത് സൂര്യനിലേക്ക് ഒരു ദൗത്യം നടപ്പിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയുടെ നടപ്പിലാക്കുന്ന സൂര്യനിലെ രഹസ്യ പ്രതിഭാസങ്ങൾ നിർമ്മിക്കാനാണ്, രഹസ്യ പ്രതിഭാസങ്ങളെല്ലാം നിരീക്ഷിക്കാനാണ് ആദിത്യ L1 എന്ന് പറയുന്ന പേടകമാണ് ഇന്ത്യ വിക്ഷേപിച്ചിരിക്കുന്നത്. ചന്ദ്രന്റെ സൗത്ത് പോളിൽ ഇന്ത്യ സോഫ്റ്റ് ലാൻഡ് ചെയ്തു കഴിഞ്ഞു. അത് വലിയ ചരിത്രമായിരുന്നു. ഇന്ത്യയാണ് ആദ്യമായിട്ട് അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ പോലും സാധിച്ചിട്ടില്ല ചന്ദ്രന്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാനായിട്ട്. ഇന്ത്യ അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. അതിനുശേഷം ഇന്ത്യ സൂര്യനിലെ രഹസ്യ പ്രതിഭാസങ്ങൾ എല്ലാം തന്നെ നിരീക്ഷിക്കാനായി ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ലഗ്രാഞ്ച് 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ആദിത്യ എന്ന് പറയുന്ന പേടകം അവിടെ വിക്ഷേപിച്ചിട്ടുണ്ട്. സൂര്യന്റെ പല ഗതിവിഗതികളും അറിയാനാണ് ഈ പേടകം നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു പടി കൂടെ കടന്ന് നാസ സൂര്യന്റെ കൊറോണയിൽ വരെ എത്തിയിരിക്കുന്നു. ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള കൊറോണയിൽ വരെ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.